സ്ഥിരമായ അടിസ്ഥാനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി 2 തിമോഥെയോസ് 2-ാം അധ്യായം 19-ാം വാക്യം. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അസ്ഥിരതകളാൽ നിറഞ്ഞ ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വ്യക്തികളും ആശയങ്ങളും പെട്ടെന്ന് മാറുന്നു. എന്നാൽ നിലനിൽക്കുന്ന ഒരേ ഒരു അടിസ്ഥാനം ദൈവത്തിൻ്റെ അടിസ്ഥാനമാണ്. മനുഷ്യർ വീണാലും ദൈവത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങില്ല. മുൻ വാക്യങ്ങളിൽ ദുരുപദേശത്താൽ വിശ്വാസം മറിച്ചു കളയുന്നവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവവചനം എന്ന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരുവൻ വീണു പോകില്ല. മനുഷ്യരുടെ വീഴ്ച ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപയും മനുഷ്യൻ്റെ അനുസരണവും എന്നീ 2 സത്യങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ അടിസ്ഥാനം. ഇവ രണ്ടും കൂടാതെ സ്ഥിരത ഉണ്ടാകില്ല. നമ്മുടെ ജീവിതം എന്തിന്മേലാണ് പണിയപ്പെടുന്നത്? സാഹചര്യങ്ങളിലാണോ? മനുഷ്യരിലാണോ? സ്വന്തം ശക്തിയിലാണോ? എന്നാൽ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല. അടിസ്ഥാനമാണ് ഒരു പണിയെ നിലനിർത്തുന്നത്. ആത്മീയ ജീവിതം നിലനിൽക്കുന്നത് ദൈവിക അടിസ്ഥാനത്തിന്മേലാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നിലനിൽക്കാൻ ദൈവം സ്ഥിരമായ അടിസ്ഥാനം ഒരുക്കിയിരിക്കുന്നു.